മാതാപിതാക്കൾ തമ്മിൽ ഇനി ഒരുമിച്ച് പോവില്ല, അവർ സെപ്പറേറ്റ് ആകുകയാണെന്നുള്ള അവസ്ഥ കുട്ടികളെ വളരെയധികം ബാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ മാതാപിതാക്കൾ ഒരുമിച്ച് പോകാൻ യാതൊരുവിധ മാർഗവും ഇല്ല, ഡിവോഴ്സ് എന്ന് പറയുന്നത് മാത്രമാണ് ഒരു ഓപ്ഷൻ എന്ന് പോലും സംഭവിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ മാതാപിതാക്കൾ മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുകയായിരിക്കും. അവരുടെ ഡിസിഷനെ പറ്റി അവർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വല്ലാത്ത ടെൻഷൻ അവർക്കുണ്ടായിരിക്കും. പലപ്പോഴും കുട്ടികളെ ചിലപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ഇവർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പ്രത്യേകിച്ചും പല കുട്ടികളും എൻ്റെ മാതാപിതാക്കളെ ഞാൻ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ തുറന്നു പറയാതിരിക്കുന്ന അവസ്ഥ പോലും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് കൊച്ചു കുട്ടികളിൽ മാത്രമല്ല, മുതിർന്ന ആളുകളിലും മാതാപിതാക്കളുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ മാനസിക സമ്മർദ്ദവും മാനസിക ആഘാതവും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടുക, മാതാപിതാക്കളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്, അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഏതൊരു കുട്ടിയുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ എത്രമാത്രം മാതാപിതാക്കളുമായിട്ട് നമ്മൾ അറ്റാച്ച്മെന്റ് ഉണ്ടായി, അതെല്ലാം തന്നെയാണ് ഫ്യൂച്ചറിലെ നമ്മുടെ അറ്റാച്ച്മെന്റിനെയൊക്കെ തന്നെ ബാധിക്കുന്നതും അതിനെ തീരുമാനിക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ നല്ലൊരു അറ്റാച്ച്മെന്റ് മാതാപിതാക്കളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുട്ടികൾ ശ്രമിക്കുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത് സാധിക്കാതെ വരുന്നു. ചിലപ്പോൾ പേരൻസും വളരെയധികം ഇമോഷണലി വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അവർക്ക് നല്ലൊരു സപ്പോർട്ടോ കെയറോ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ മാനസികാവസ്ഥയും കൂടി വളരെയധികം കൺസിഡർ ചെയ്യണം. അവർ നമ്മളോട് ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ അവരെ വിളിച്ച് അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം പല കുട്ടികളും വിചാരിക്കുന്നത്, അത് കൊച്ചു കുട്ടികൾ മാത്രമല്ല, ഏതൊരു ഏജിലാണെങ്കിലും മാതാപിതാക്കൾ തമ്മിൽ സെപ്പറേറ്റ് ആകുമ്പോൾ കുട്ടികൾ ചിന്തിക്കുന്നത് ഇത് എൻ്റെ എന്തോ കുഴപ്പം കൊണ്ടാണോ, ഞാൻ കാരണമാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്, ഞാൻ ജനിച്ചത് കൊണ്ടാണോ, ഞാനാണോ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായത് എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി വല്ലാതെ വിഷമിച്ചു പോവുകയും ആത്മവിശ്വാസം കുറഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ കുട്ടികളിൽ ഉണ്ടാവാനായിട്ട് സാധ്യത വളരെ ഹൈ ആണ്. അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം സാഹചര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. മാതാപിതാക്കളുടെ ഡിസിഷൻ അവരുടെ ജീവിതമാണ്, അവരുടെ ഒരു ഡിസിഷൻ ആണെന്ന രീതിയിൽ മാറ്റി നിർത്തി അത് ഈ കുട്ടികളുടെ ആത്മവിശ്വാസവുമായിട്ട് അതിനെ കൂട്ടി നമ്മൾ ഇണക്കേണ്ട ആവശ്യമില്ല. അത് തമ്മിൽ ഒരു രീതിയിലും അത് റിലേറ്റഡ് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം.